ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം വരുന്നു. ഡൽഹി സ്ഫോടനത്തിൻ്റെ ദൃശ്യങ്ങൾ നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. സ്ഫോടനം എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതായിരുന്നു അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങളിലേക്ക്. സാധാരണ രീതിയിൽ വാഹനങ്ങൾ നീങ്ങുന്നതിനിടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. സാധാരണ നിലയിൽ അവർ ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായതുപോലെ പൂർണ്ണമായൊരു ബോംബ് എന്ന നിലയിലേക്ക് അത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കൃത്യമായി ബോംബ് ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ഈ സ്ഫോടനമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ദുരന്തമുണ്ടാകുമായിരുന്നു എന്നതാണ് വസ്തുത. എന്തായാലും അത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനിടെ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ജിജിൻ ജയപാലുണ്ട്. ജിജിൻ, ഇത് ഈ ദൃശ്യങ്ങൾ ഇതൊക്കെ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വലിയ സ്ഫോടനമാണെന്ന് വ്യക്തമാണത്. ദിവിഷേ, ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ അല്ലെങ്കിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് 13 പേരുടെ മരണം സംഭവിച്ചതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത്രയും തിരക്ക് പിടിച്ച ഒരു സ്ഥലത്ത് ഈ റിക്ഷകൾക്കും ഓട്ടോകൾക്കും ബസ്സിനും നടുവിലായി നിർത്തിയിരിക്കുന്ന വാഹനം കാറ് പൊട്ടിത്തെറിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അത്രയും ഭീകരമായ തരത്തിൽ തന്നെയാണ് അവിടെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ആ സ്ഫോടനത്തിൻ്റെ ആഘാതം ആ മേഖല മൊത്തത്തിൽ വ്യാപിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാവുകയാണ്. ഒരു മേഖല ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതൊരു ചാവേർ ആക്രമണമല്ല എന്ന അന്വേഷണ ഏജൻസികൾ ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം സ്ഫോടക വസ്തുക്കൾ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ആ മേഖലയിൽ കൂടുതൽ പേർക്ക് ജീവഹാനി സംഭവിക്കാത്തത് എന്തോ വലിയൊരു ഭാഗ്യമായി മാത്രമേ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ. അത്രയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം തന്നെയാണ്, സ്ഫോടനം തന്നെയാണ് ആ മേഖലയിൽ നടന്നിരിക്കുന്നതെന്ന ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജിജിൻ ജയപാലാണ് വിവരങ്ങൾ നൽകിയത്. ചെങ്കോട്ട ആക്രമണത്തിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു ദിവസമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.